പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച് പാട്ടുപാടിയെന്നാരോപിച്ച് വേടനെതിരെ NIAക്ക് പരാതി. എന്തേ വരാത്തതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പതേ അതുമായി വേടനെതിരെ NIAക്ക് പരാതി. അല്ലെങ്കിലും കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് നമ്മുടെ നാടിനകത്തെ സകല ഞാഞ്ഞൂല് സംഘികളും ചേർന്ന് വേടനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. വേടൻ രാജ്യദ്രോഹിയാണ്, വേടന്റെ പാട്ടുകൾ അമ്പലപ്പറമ്പുകളിൽ പാടാൻ പറ്റൂല, വേടനെ അമ്പലപ്പറമ്പുകളിൽ പ്രവേശിപ്പിക്കരുത്, വേടൻ തീവ്രവാദിയാണ്, വേടന് ഫണ്ട് ചെയ്യുന്നത് ഭീകരവാദികളാണ്, ഇങ്ങനെ തുടങ്ങി വേടൻ രാജ്യദ്രോഹിയാണ് എന്നാണ് നമ്മുടെ കേരളത്തിലെ സകല ഞാഞ്ഞൂല് സംഘികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ വേടനെതിരെ NIAക്ക് പരാതി കൊടുത്തിരിക്കുന്നതിന്റെ കാരണം 5 വർഷം മുമ്പ് ഒരു സ്റ്റേജ് ഷോയിൽ നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് പാട്ടുപാടി എന്നതിനാണ്. വല്ലാത്തൊരു രാജ്യദ്രോഹമായി പോയി. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ വിമർശിച്ചു. ഇതിനാണ് രാജ്യദ്രോഹ കുറ്റമൊക്കെ അന്വേഷിക്കുന്ന NIA ഏജൻസിക്ക് വേടനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും പരാതിക്കാരിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഇപ്പോഴാണ് ഇത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വളരെയധികം പോപ്പുലറൈസ് ചെയ്ത് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ അദ്ദേഹത്തെ കപടദേശവാദി എന്ന് മോദി കപടദേശവാദി എന്നാണ് പറഞ്ഞത്. ഊരു ചുറ്റുന്നവൻ, വാളെടുത്തവൻ, അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം ഒരു മാസ് ഓഡിയൻസിനോട് ഈ റാപ്പർ വേടൻ പറഞ്ഞിരിക്കുന്നത്. റാപ്പർ വേടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു തെറ്റില്ല എന്നുള്ളത് തന്നെയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ വിമർശനങ്ങൾക്ക് അതീതനൊന്നുമല്ല. 5 വർഷം മുമ്പെന്ന് പറയുമ്പോൾ CAA പ്രൊട്ടസ്റ്റിന്റെ ഒക്കെ സമയത്താണ്, 2019 പാലക്കാട്ട് ഒരു സ്റ്റേജിൽ വെച്ച് വേടൻ ഇങ്ങനെ പാടുന്നത്. നോക്കൂ, ഈ വരിക്ക് എന്താണ് പ്രശ്നം? ഇതിലെവിടെയാണ് രാജ്യദ്രോഹ പ്രവർത്തനം ഉള്ളത്? നോക്കൂ, മോദി കപടദേശവാദി, നാട്ടിൽ മത ജാതി വ്യാധി, നാട് ചുറ്റിടാൻ നിന്റെ നികുതി, വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി, വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി. എന്താണ് ഇതിൽ പ്രശ്നം? ഏറ്റവും ഗംഭീരമായ വിമർശനമല്ലേ? ഇതിന്റെ പേരിൽ വേടന രാജ്യദ്രോഹിയാണ്, വേടൻ തീവ്രവാദിയാണ് എന്നൊക്കെ പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വിമർശിക്കപ്പെടുന്നതിന്റെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനുള്ള അവകാശം കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. അതാണ് ഇന്ത്യ. ഇവിടെ പ്രധാനമന്ത്രിയായാലും പ്രസിഡന്റ് ആയാലും വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശം ഈ രാജ്യത്തെ ഓരോ പൗരനും ഉണ്ട്. അതാണ് വേടൻ ഉപയോഗിച്ചത്. ആ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് വേടൻ ഉപയോഗിക്കുന്നത്. സത്യത്തിൽ വേടന്റെ വരികൾ സംഘികളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വേടന്റെ വാക്കുകൾ കൊള്ളേണ്ടിടത്ത് കൊള്ളുന്നുണ്ട് എന്നതാണ് സത്യം. അതുകൊണ്ടാണ് ഇപ്പൊ വേടനെ രാജ്യദ്രോഹിയാക്കാനും, രാജ്യദ്രോഹിയാണ്, ഭീകരവാദിയാണ്, ഭീകരവാദികളുടെ ഫണ്ട് കൊണ്ടാണ് വേടൻ പാട്ട് പാടുന്നത് എന്നൊക്കെ പറയാനും അമ്പലപ്പറമ്പുകളിൽ വേടനെ പ്രവേശിപ്പിക്കരുത്. NR മധു, RSSന്റെ മുഖവാരികയായിട്ടുള്ള കേസരിയുടെ പത്രാധിപർ KP ശശികല ടീച്ചർ കഴിഞ്ഞ ദിവസം വേടനെതിരെ എന്തെല്ലാം പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഏത് രീതിയിലാണ് വിമർശനങ്ങളെ, വിമർശിക്കുന്നവരെ സംഘപരിവാർ വേട്ടയാടുന്നതെന്ന്. എമ്പുരാൻ സിനിമയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനകത്ത് ചില പരാമർശങ്ങൾ വന്നു എന്ന കാരണം കൊണ്ട് അവർക്ക്, സംഘികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന മോഹൻലാലിനെ വരെ പച്ചത്തെറി വിളിക്കാൻ സംഘികൾ രംഗത്ത് വന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? നാട് മുഴുവൻ മതത്തിന്റെ പേര് പറഞ്ഞ് മനുഷ്യരെ തമ്മിൽ തല്ലിച്ച് വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ച് ഈ നാടിനെ തകർത്തുകൊണ്ടിരിക്കുന്ന സംഘികൾ, കടുത്ത വർഗീയവാദികൾ, രാജ്യം കണ്ട ഏറ്റവും വലിയ തീവ്രവാദികൾ, ആ സംഘികളാണ് ഇവിടെ ദളിത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതിന്റെ ഭാഗമായി വേടനെ രാജ്യദ്രോഹിയാക്കാൻ വരുന്നത്. പോയി പണി നോക്കെന്നേ പറയാനുള്ളൂ.